ഹലോ ഫ്രണ്ട്സ്, ഞാൻ നീതു. ഞാൻ ഹോളിമാതൃ സ്റ്റുഡൻ്റാണ്. നിലവിൽ PWD തേർഡ് ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 2018 നവംബർ ഡിസംബർ കാലയളവിലാണ് ഹോളിമാതയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് എനിക്ക് സൺഡേ ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സൺഡേ ബാച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പശുവിനെ നോക്കണമായിരുന്നു. എൻ്റെ മക്കൾ ചെറിയ മക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ സൺഡേ ബാച്ച് പോയിക്കൊണ്ടിരുന്നത്. അന്ന് കൂടുതലും സൺഡേ ബാച്ചിൽ കൂടുതലും ഷിൻഡോ സാറിൻ്റെ ക്ലാസ്സുകളാണ് കിട്ടാറ്. ഷിൻഡോ സാറിൻ്റെ ക്ലാസ്സുകൾ ഏത് വിഷയമാണെങ്കിലും സാറിൻ്റെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരാറില്ല. സാറ് കൂടുതലും പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, സാറിൻ്റെ മോട്ടിവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കൂടുതലും പഠിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ്. അത് കിട്ടിയാൽ തന്നെ നമുക്ക് താനെ നമ്മൾ പഠിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിക്കോളും. അങ്ങനെ സൺഡേ ബാച്ച് ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ചാലക്കുടിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് പിന്നെ PWD തേർഡ് ഗ്രേഡ് ഓവർസിയറുടെ PWD ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് ഓവർസിയറുടെ എക്സാം ഡിക്ലെയർ ചെയ്തത്. എക്സാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ വീട്ടിൽ സംസാരിച്ചു. സൺഡേ ബാച്ച് മാത്രം പോയിക്കൊണ്ട് നമുക്കെല്ലാം എത്തില്ലല്ലോ. 6-8 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നുള്ളൂ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എത്തിയില്ല, ക്ലാസ്സുകൾ എല്ലാം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റ് റെഗുലർ ക്ലാസ്സിന് പോയാൽ തന്നെയാണ് കിട്ടുള്ളൂ, നമുക്ക് പഠിക്കാൻ എല്ലാ വിഷയം പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ റെഗുലർ ക്ലാസ് തുടങ്ങിയ സമയത്ത് റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് ടീച്ചേഴ്സ്, ഹോളിമാതിലെ ടീച്ചേഴ്സിൻ്റെ നോട്ടുകളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഒരുപാട് നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ നോട്ടുകളും ക്ലാസ്സുകളും. അത് മാത്രമായിരുന്നു എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. ഞാൻ ഡയറക്റ്റ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന സിജ എന്ന് പറഞ്ഞൊരു ചേച്ചി ഞാനും കൂടിയാണ് കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ക്ലാസ് പോകുമ്പോൾ എനിക്ക് ഉച്ചവരെയാണ് ക്ലാസ്. അപ്പോൾ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിന് ചെന്ന് പിന്നെ ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കാൻ നേരം കിട്ടില്ല. കാരണം അന്ന് വീട്ടിൽ ഇത് സംസാരിച്ചപ്പോൾ തന്നെയുള്ളൊരു കണ്ടീഷനായിരുന്നു ഉച്ചയ്ക്ക് പശുവിനെ കറക്കണതിന് മുന്നേ വീട്ടിലെത്തണം എന്നുള്ളത്. അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പശുവിനെ കറക്കൽ പുല്ലിന് പോക്കും കാര്യങ്ങളായിട്ട് കുഞ്ഞു കുട്ടിയാണ് എനിക്ക്. അന്ന് എൻ്റെ മോന് 2 വയസ്സായിട്ടുള്ളൂ, ഇളയതിന്. മൂത്ത ആൾ LKG പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടീനെ നോക്കിയിരിക്കാനേ അമ്മയ്ക്ക് സാധിക്കുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, എനിക്കൊന്നും പഠിക്കാൻ നേരം കിട്ടാറില്ല. പിന്നെ ആ ക്ലാസ്സിന് പോണത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും പിന്നെ സിജ എന്ന് പറഞ്ഞ ചേച്ചിയും കൂടി ലാസ്റ്റ് തീരുമാനിച്ചു, അങ്ങനെ പോയാൽ പറ്റില്ല, പരീക്ഷ എടുക്കാറായി. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് നൈറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കമ്പൈൻ സ്റ്റഡി ആയിട്ട് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ നൈറ്റ് ഫോൺ വിളിച്ചാണ് കൂടുതലും കമ്പൈൻ സ്റ്റഡി ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ രണ്ടാളും കൂടി പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ മക്കളെ ഹസ്ബൻഡ് നോക്കിക്കോളും. രാത്രി ഉറങ്ങണ സമയത്ത് ഞാൻ ഫ്രീ ആകുമ്പോൾ ഒരു ടൈം ആവും, അത് വേറെ കാര്യം. ഞാൻ ഫ്രീ ആയി കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ ഉറക്കാൻ ചെന്നാലും അപ്പോൾ നേരം വൈകുമല്ലോ എന്ന് ഓർത്തിട്ട് ഹസ്ബൻഡ് മക്കളെയൊക്കെ നോക്കി സപ്പോർട്ടിങ് ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടുകാരുടെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പിന്നെ ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഫ്രീ ആവില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റാത്തതുകൊണ്ട് സിജേജി നേരത്തെ എന്നെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഒന്ന് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് അങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞങ്ങൾ തലേദിവസം പഠിച്ചതൊക്കെ ആദ്യം ചേച്ചി പറഞ്ഞ് റിവൈസ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയി ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ ഞങ്ങൾ പുതിയ വിഷയം എടുത്തിട്ട് രണ്ടാളും കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ ഒരുപാട് നേരമൊക്കെ ഇരുന്ന് പഠിച്ച് അവസാനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാൾക്കും അറിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കുമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഉറക്കം വരുമ്പോൾ അടുത്ത ആൾ പറയും അത് പറ്റൂല, ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എത്താൻ പറ്റൂല. ആ രീതിയിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വീണ്ടും ഇരുന്ന് പഠിച്ച് അങ്ങനെ ഞങ്ങളുടെ ആ പഠിത്തം 12:30, 1 മണി, 1:30 വരെയൊക്കെ പോവാറുണ്ട്. അങ്ങനെ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ വീണ്ടും ക്ലാസ്സിൽ പോകും. അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ കൂടുതലും പഠിച്ചിട്ടുള്ളത്. പിന്നെ ഒക്ടോബർ അവസാനം വരെയാണ് എനിക്ക്
പോകാൻ പറ്റുള്ളൂ ഡയറക്റ്റ് ക്ലാസ്. അപ്പോൾ ആ സമയത്ത് പോയ സമയത്ത് എനിക്ക് ഒരു ദിവസം ഞാൻ വീണു എനിക്ക് കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ ഉറവശിശാപ ഉപകാരമായി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരുന്നു എനിക്ക് ആ വീഴ്ച. ഞാൻ ആ വീണത് ഇരിപ്പിലായ സമയത്ത് എനിക്ക് ഒരുപാട് ഞാൻ പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഉണ്ടായിരുന്ന സാറിൻ്റെ നോട്ട് ഹോളിമാതയിലെ നോട്ട് മാത്രമായിരുന്നു ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ ആ നോട്ട് പരമാവധി എല്ലാ നോട്ടും ഞാൻ വോയിസ് റെക്കോർഡുകളാക്കി. ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വോയിസ് റെക്കോർഡുകളാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് നോട്ടുകൾ ഹോളിമാതയിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോഴും അതിന് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഈ കീവേഡ്സ് വെച്ചിട്ട് ഉള്ള രീതിയിൽ ഞാൻ മിക്കവാറും വിഷയങ്ങൾ ഷോർട്ട് നോട്ടുകളാക്കി. പിന്നീട് എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഈ വോയിസ് റെക്കോർഡും ഷോർട്ട് നോട്ടുകളായിരുന്നു. ഞാൻ പിന്നീട് പഠിച്ചിട്ടുള്ള ഓരോ എക്സാമിനും ഞാൻ പഠിക്കുമ്പോഴും ഞാൻ എന്ത് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫോൺ പോക്കറ്റിലിട്ട് നടന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ ഈ ഓരോ വോയിസ് റെക്കോർഡും കേട്ടൊക്കെയാണ് പിന്നീട് പഠിക്കാറ്. അതുപോലെ തന്നെ പിന്നെ ഇരിക്കുന്ന സമയത്താണെങ്കിലും കൂടുതലും നോട്ട് ഫുള്ള് നോക്കി പഠിക്കാണ്ട് ഈ ഷോർട്ട് നോട്ടുകൾ വെച്ചിട്ടാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഫസ്റ്റ് എഴുതിയ എക്സാമിൽ തന്നെ എനിക്ക് കയറാൻ പറ്റി. ഇപ്പോൾ ഞാൻ നിലവിൽ ജോലിയിലിരിക്കുന്നു. ഈ ഫസ്റ്റ് എഴുതിയ എക്സാമായിരുന്നു PWD 3rd ഗ്രേഡിൻ്റെ എക്സാമിൽ കയറിയതാണ്. പിന്നീട് 7ഓളം ലിസ്റ്റുകളിൽ ഞാനുണ്ട്. 7ഓളം ലിസ്റ്റുകളിലുണ്ട്. അതിൽ ബാക്കിയെല്ലാം ലാസ്റ്റാണ്. KW 3rd ഗ്രേഡ് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. എനിക്ക് ജോലി കിട്ടും ചെയ്തു. എനിക്ക് ഫസ്റ്റ് കിട്ടിയത് KW 3rd ഗ്രേഡായിട്ടാണ്. 3rd ഗ്രേഡ് ഓഫീസറായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. അത് 2023 ഓഗസ്റ്റ് മാസം ഞാൻ ജോലിക്ക് കയറി. അന്ന് കയറിയിട്ട് പിന്നെ ഇപ്പോൾ PWD 3rd ഗ്രേഡ് ഫെബ്രുവരിയിലാണ് കിട്ടിയത്. കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങോട്ട് മാറി എന്നേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പലരും പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പഠിക്കാൻ കുറച്ച് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് വേണം. ആ ഒരു മനസ്സ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് കൂടുതലും ആ മനസ്സ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ആ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ കുറച്ച് കഷ്ടപ്പെടുകയും കൂടി വേണം. ഒത്തിരി ബുദ്ധിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒരു വിലയും കാര്യങ്ങളൊക്കെ ഒരു വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനും CJ ചേച്ചിയാണെങ്കിലും ഒരുപാട് ഉറക്കൊളിച്ചിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജോലിയിൽ കയറിയത്. അതുപോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട്, പിന്നെ ഹോളിമാതയിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്, അവരുടെ നോട്ട്, ഷിൻഡോ സാറിൻ്റെ മോട്ടിവേഷൻ മാത്രമല്ല സാറിൻ്റെ ഒരുപാട് ഹെൽപ്പും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് എനിക്ക് ജോലിയിൽ കയറാൻ പറ്റിയത്. പിന്നെ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട്, ഹസ്ബൻഡാണെങ്കിലും ആളുടെ വീട്ടുകാരാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് കൊണ്ടും പിന്നെ സാറിൻ്റെ നല്ല മനസ്സുകൊണ്ടും കൂടിയാണ് എനിക്കിപ്പോൾ ഈ ജോലിയിൽ ഇരിക്കാൻ പറ്റുന്നത്.